കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, വീട് വെച്ചു കൊടുക്കുന്നു, രോഗികളെ സഹായിക്കുന്നു. ഇതെല്ലാം പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയെ അല്ല നമ്മൾ വിശുദ്ധി എന്ന് വിളിക്കുന്നത്. വിശുദ്ധി എന്ന് വിളിക്കുന്നത് ഈശോയും ഞാനുമായിട്ടുള്ള ബന്ധത്തെയാണ്. ഈ ബന്ധം പൂർണ്ണമാണെങ്കിൽ, കൊച്ചു ത്രേസ്യ നമുക്കറിയാം, മിണ്ടാമഠത്തിന്റെ പുറത്തു പോയിട്ടില്ല, ആർക്കും വീട് വെച്ചു കൊടുത്തിട്ടില്ല, ആർക്കും പാവപ്പെട്ടവർക്ക് കൊണ്ടുപോയി ഭക്ഷണം വിതരണം ചെയ്തിട്ടില്ല, രോഗികളെ ശുശ്രൂഷിക്കാൻ അനാഥ മന്ദിരങ്ങളിൽ, അഗതി മന്ദിരങ്ങളിൽ, മെഡിക്കൽ കോളേജുകളിൽ പോയി ശുശ്രൂഷ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പോയിട്ടില്ല, പ്രവർത്തികൾക്ക് പുറത്തു പോയിട്ടില്ല. എങ്കിലും ഈ വിശുദ്ധ ഈ കൊച്ചു ത്രേസ്യ എങ്ങനെയാണ് വലിയ വിശുദ്ധയായത്? ബന്ധമാണ്. ഈശോയുമായിട്ടുള്ള അഭേദ്യമായ ബന്ധമാണ് കുഞ്ഞെ നിന്റെ വിശുദ്ധിയുടെ നിദാനം എന്ന് പറയുന്നത്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അങ്ങനെ വിശുദ്ധ അഗസ്തീനോസ് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കുക. Breathe in me, O Holy Spirit, that my thoughts may all be holy. പരിശുദ്ധാത്മാവേ, എന്നിൽ നിശ്വസിക്കണമേ, അങ്ങനെ എന്റെ ചിന്തകൾ വിശുദ്ധിയുള്ളതാകട്ടെ. ഒന്നേറ്റ് പറയാം. പരിശുദ്ധാത്മാവേ, എന്നിൽ നിശ്വസിക്കണമേ. മീ, ഓ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ ശ്വാസമാണ് നമ്മുടെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് എവിടെ ഉണ്ടാകണം? നമ്മുടെ ഈ മൂക്കിരിക്കുന്ന സ്ഥലമില്ലേ, ഇതിന്റെ അടുത്തുണ്ടാവണം. ഹല്ലേലൂയ. എങ്ങനെയാണ്, എപ്പോഴാണ് അച്ഛൻ ഒരു ഭൗതികമായിട്ടുള്ള ഒരു കാര്യം പറയാം, എപ്പോഴാണ് ഒരാളുടെ നാസാരന്ധ്രം അല്ലെങ്കിൽ ഒരാളുടെ മൂക്ക് നമ്മുടെ മൂക്കിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്? അത് എത്ര ആള് കൊള്ളാലോ. ചുംബനം കൊടുക്കുന്ന സമയമാണ്, ഉമ്മ കൊടുക്കുന്ന സമയമാണ്, അല്ലേ? അതെ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് ആരാണ് ചുംബനം തരേണ്ടത്? പരിശുദ്ധാത്മാവിന്റെ ചുംബനം ഉണ്ടാകണം. കിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ വിശുദ്ധ അഗസ്തീനോസ് പ്രാർത്ഥിക്കുകയാണ്, പരിശുദ്ധാത്മാവേ, നീ എന്നിലേക്ക് നിശ്വസിക്കണമേ, അങ്ങനെ എന്റെ ചിന്തകൾ വിശുദ്ധിയുള്ളതാകട്ടെ.